15.9 മില്യൺ ഫോളോവേഴ്സ് ആണ് ദുൽഖറിനുള്ളത്. നീ ലാലേട്ടന്റെ നോക്കി നോക്കിയേ. മലയാള സിനിമയിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് ഈ ഓണത്തിനെത്തുന്ന 3 സിനിമകൾ: അയാം ഗെയിം, ബത്ലഹേം കുടുംബ യൂണിറ്റ്, ഖലീഫ. അപ്പൊ ഇതിലെ അയാം ഗെയിം ഒരു വലിയ വിജയമാവും എന്ന് പറയാൻ ഒരു കാരണമുണ്ട്. അതിന് ഈ വീഡിയോ നിങ്ങൾ മൊത്തമായി കാണുക. അപ്പൊ ഇതിലെ അയാം ഗെയിം സെപ്റ്റംബർ 3 മാറ്റിയിട്ടുണ്ട്. അത് ക്ലാഷ് റിലീസ് പേടിച്ചിട്ടാണെന്നാണ് പൃഥ്വിരാജ് ലാലേട്ടൻ ഫാൻസ് പറയുന്നത്. ഈ പൃഥ്വിരാജ് ലാലേട്ടൻ ഫാൻസ് എന്ന് പറയാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. കാരണം ലാലേട്ടൻ ഓൾറെഡി ഈ ഖലീഫ എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. കൂടാതെ ലാലേട്ടൻ ഫാൻസിന്റെ ഒരു വലിയ സപ്പോർട്ട് പൃഥ്വിരാജിന് ലഭിക്കുന്നുണ്ട്. കാരണം പൃഥ്വിരാജ്, ലാലേട്ടൻ പൃഥ്വിരാജ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സഹായങ്ങളും സിനിമകളും നമുക്കിപ്പോൾ അറിയാവുന്നതാണ്. ഇപ്പുറത്തെ സൈഡ് നോക്കുകയാണെങ്കിൽ നമ്മുടെ മമ്മൂക്കയുടെ മകനാണ് ദുൽഖർ. അതുകൊണ്ട് തന്നെ മമ്മൂക്ക ഫാൻസിന്റെ ഒരു വലിയ സപ്പോർട്ട് ദുൽഖറിന് ലഭിക്കുന്നുണ്ട്. മമ്മൂക്കയുടെ യാതൊരുവിധ സപ്പോർട്ട് ലഭിക്കുന്നില്ലെങ്കിലും ദുൽഖറിന് മമ്മൂക്ക ഫാൻസിന്റെ നല്ലൊരു സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. പിന്നെ ഈ ക്ലാഷ് റിലീസ് മാറ്റിയത് എന്തുകൊണ്ട് നന്നായി എന്ന് പറയാൻ ഒരു കാരണമുണ്ട്. കാരണം ഈ 2 സിനിമകൾ 2 ടൈമിൽ ഇറങ്ങുന്നത് കൊണ്ട് തന്നെ ഈ ഡീഗ്രേഡിങ്, ഏതെങ്കിലും ഒരു പടത്തിന് ചെറിയൊരു നെഗറ്റീവ് കിട്ടിക്കഴിഞ്ഞാൽ വലിയൊരു ഡീഗ്രേഡിങ് നടക്കും. അതൊരു ആ സിനിമയുടെ പ്രൊഡ്യൂസറിന് വലിയൊരു നഷ്ടം ഉണ്ടാക്കി വെക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഖലീഫ എന്ന് പറയുന്ന സിനിമക്ക് ഒരു വലിയ അഭിപ്രായം കിട്ടാൻ സാധ്യതയില്ല. കാരണം ഈ പടത്തിന്റെ ഷൂട്ടിംഗ് അതിനത് ഈ അടുത്താണ്. എങ്ങനെയൊക്കെ ആന പിടിച്ചാലും അതിന്റെ ടെക്നിക്കൽ വർക്ക് പൂർണ്ണമായിട്ടും തീർക്കാൻ ഇവർക്ക് സാധിക്കില്ല. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുമറന്ന കഥകളൊക്കെ തന്നെയാണ്. ഒരാള് അല്ലെങ്കിൽ അച്ഛനോ അപ്പൂപ്പനോ ഒരു വലിയ ഗുണ്ടാ നേതാവായിരിക്കും. ഇതിലാണെങ്കിൽ വലിയൊരു സ്മഗ്ലറാണ്. ആ സ്മഗ്ലിങ് ചെറുമകൻ ഏറ്റെടുക്കുന്നതും അതിലുള്ള പ്രണയവും ഫൈറ്റും ഗുണ്ടകളും ഇതൊക്കെ തന്നെ നമ്മൾ പണ്ട് മുതലേ കാണുന്ന സിനിമകളാണ്. ഇപ്പൊ സാമ്രാജ്യം, അയൺ തമിഴില് അങ്ങനെയുള്ള സിനിമകളിലൊക്കെ വന്ന് സെയിം കാറ്റഗറിയാണ് വരുന്നത്. പക്ഷേ ദുൽഖറിന്റെ അയാം ഗെയിം നമുക്ക് ഒരു ഐഡിയയും കിട്ടാത്ത സിനിമയാണ്. ഇൻസൈഡ് റിപ്പോർട്ടുകൾ പറയുന്നത് ഒരു അടിപൊളി പടമാണെന്നാണ്. അത് നമുക്ക് ട്രെയിലറിൽ നിന്ന് മനസ്സിലാക്കാം. ഇപ്പൊ ഈ 2 സിനിമകളുടെ ട്രെയിലർ കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറയേണ്ട. കാരണം പണ്ടൊരു സ്വഭാവം ഉണ്ടായിരുന്നു, ട്രെയിലർ അടിപൊളിയായിട്ട് ഇറക്കിയിട്ട് സിനിമ കച്ചറാക്കി കളയും. അപ്പോ ഇപ്പൊ ഇറങ്ങുന്ന എല്ലാ ട്രെയിലറുകളും കുറച്ച് താഴ്ത്തിയാണ് ട്രെയിലറുകൾ ഇറക്കുന്നത്. കാരണം നമ്മൾ ആ സിനിമ ഇറങ്ങുമ്പോൾ അതിന്റെ ആ ഒരു ഗുമ്മ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്. പിന്നെ എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ്, ഈ മലയാള സിനിമാ നടന്മാരിൽ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത് ആർക്കാന്ന്. എല്ലാവരും പറയുന്നത് ലാലേട്ടനാണെന്നാണ്. പക്ഷെ അങ്ങനെയല്ല. നമ്മുടെ ദുൽഖർ സൽമാനാണ് മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത്. അപ്പൊ അത് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം അദ്ദേഹം ഒരു റിയൽ പാൻ ഇന്ത്യൻ സ്റ്റാർ ആണ്. കാരണം തമിഴിലും തെലുങ്കിലും അദ്ദേഹം നല്ല ഫാൻസ് ഉള്ള ഒരു മനുഷ്യനാണ്. അപ്പൊ പറയും ലാലേട്ടനെ അതുപോലെ അല്ലേ എന്ന് ചോദിക്കും. പക്ഷെ ലാലേട്ടനെ പോലെ അല്ല. അത് നമുക്ക് ചെറിയൊരു എക്സാമ്പിൾ നോക്കാം. നമുക്ക് നമ്മുടെ ദുൽഖറിന്റെ ഇൻസ്റ്റഗ്രാം പേജ് ഒന്ന് നോക്കി നോക്കിയേ. 15.9 മില്യൺ ഫോളോവേഴ്സ് ആണ് ദുൽഖറിനുള്ളത്. നീ ലാലേട്ടന്റെ നോക്കി നോക്കിയേ, 6.5 മില്യൺ ഫോളോവേഴ്സ് മാത്രമേ ഉള്ളൂ. ഇനി പൃഥ്വിരാജിന്റെ 5.9 മില്യൺ ഫോളോവേഴ്സ് മാത്രമേ ഉള്ളൂ. നിവിൻ 3.4 മില്യൺ ഫോളോവേഴ്സ് മാത്രമേ ഉള്ളൂ. ഇവരെല്ലാവരുടെയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 15.8 വരുള്ളൂ. അപ്പോഴും നമ്മുടെ ദുൽഖറിനൊപ്പം എത്തുന്നില്ല. ദുൽഖറിന് അതുപോലെ ഫാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ അയാം ഗെയിം ഒരു വലിയ വിജയം ആവും എന്ന് പറയുന്നത്. കുറച്ച് നെഗറ്റീവ് ഉണ്ടെങ്കിൽ കൂടി ഈ സിനിമ ഒരു വലിയ വിജയമാവും. ലാലേട്ടനും മമ്മൂക്കൊക്കെ ശേഷം കൂടുതൽ ഫാൻ ഷോ വെക്കുന്നത് നമ്മുടെ ദുൽഖർ സൽമാനാണ്. അതിന്റെ അടുത്ത് പോലും പൃഥ്വിരാജ് ഇല്ല. അതുപോലെ 50% ഒക്യുപ്പൻസി വെച്ച് 80 കോടിക്ക് അടുത്ത് കളക്ഷൻ നേടിയ നമ്മുടെ കുറുപ്പൊക്കെ ഇതിന് ഉദാഹരണമായിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ എങ്ങനെ വന്നാലും എന്തുകൊണ്ടും അയാം ഗെയിം തന്നെ ഒരു വലിയ വിജയമാവാൻ സാധ്യതയുണ്ട്. ഇനി ബത്ലഹേം കുടുംബ യൂണിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതൊരു സേഫ് സോൺ ആണ്. കാരണം വേറൊരു ഫാമിലി സിനിമയില്ല. ഖലീഫ പോലുള്ള ആക്ഷൻ പടങ്ങൾ ഇഷ്ടമല്ലാത്തവരും ബത്ലഹേം കുടുംബ യൂണിറ്റ് കണ്ട് ഒന്നിച്ചിരിക്കാനൊക്കെ പോകും. അതുകൊണ്ട് ആ ഭാഗം സേഫ് ആണ്. എങ്ങനെ വന്നാലും 50 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടുന്ന ഒരു സിനിമയായി മാറും ബത്ലഹേം കുടുംബ യൂണിറ്റ്. പോരാത്തതിന് ഓണം. പിന്നെ ബാക്കി സിനിമകൾക്ക് കൂടുതൽ നെഗറ്റീവ് വരികയാണെങ്കിൽ ബത്ലഹേം കുടുംബ യൂണിറ്റ് ആയിരിക്കും ഓണം വിന്നറായി വരിക. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടാം. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.